ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങളത് രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേന് എണീറ്റ് സൺറൈസ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ നിറയെ കോട മൂടി ഇങ്ങനെ നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. കോട മൂടി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹിമാലയത്തിൽ നേരെ സൂര്യൻ്റെ രശ്മികളടിക്കുമ്പോൾ ആ മഞ്ഞിൻ്റെ ഭാഗം തിളങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ 6 മണി മുതൽ എണീറ്റ് നിൽക്കുന്നതാണ്. ഞങ്ങളങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇപ്പോൾ സമയം 6:30 6 മണിക്ക് വന്നതാണ്. പക്ഷെ ഫുൾ കോട കാരണം ഒന്നും ക്ലിയർ അല്ല. ഇത് കാണിച്ചു, ഇത് നോർത്ത് സൈഡാണ്, അവിടെയാണ് ഹിമാലയം വരുന്നത്, അവിടെയാണ് സൺറൈസ് വരുന്നത്, ഈസ്റ്റ് സൈഡ്. അപ്പോൾ ഈ ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള സൂര്യൻ്റെ ഗ്ലെയർ ഹിമാലയത്തിലേക്ക് അടിക്കുമ്പോൾ കാണാൻ നല്ല രസമെന്നാണ് കേട്ടത്. പക്ഷെ ഫുൾ കോട കാരണം ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ദേ കുറേ കോടയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ദേ ഉള്ള വ്യൂ ഇതാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അതിന് ഞങ്ങൾ ദേ നേരെ പോയി കുറി വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ദേ ഒരു ബൈ അവിടെ ഇരുന്ന് കുറി വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ കൃഷ്ണ പോയി കുറി വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കുറി വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിക്കണം എന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ഗൗരി കുറി വരയ്ക്കാൻ വേണ്ടി കയറി. അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറി വരയ്ക്കണം എന്നുള്ളതൊരു ആഗ്രഹമാണ്. അതിങ്ങനെ ഇപ്പോൾ ദേ പ്രണവചേട്ടൻ പോയി കുറി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളതേ കുറിയെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കേദാർനാഥ് അമ്പലത്തിൻ്റെ പുറകിലുള്ളൊരു ചെറിയ അമ്പലമാണിത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അത് ശങ്കരാചാര്യർ ഇരിക്കുന്ന അമ്പലമായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫോൺ കയറ്റിയിട്ടില്ല, വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയാണെങ്കിൽ കുറേ അഘോരിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അതെല്ലാം കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഒരു മസാല ദോശയാണ് വാങ്ങി കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കേദാർനാഥിനോട് വീട് പറഞ്ഞ് നേരെ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു പുഴ ഉണ്ടായിരുന്നു. കറക്റ്റ് അമ്പലത്തിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഒരു പാലം ക്രോസ് ചെയ്ത് വരുമ്പോൾ കാണുന്നൊരു പുഴ. അങ്ങനെ നമ്മൾ അപ്പോൾ ആ കാണുന്ന നദിയുടെ അടുത്തേക്ക് പോവാണ്. അതെ, അവിടെ നിന്നപ്പോൾ ഒരാഗ്രഹം താഴത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ബട്ട് എന്നാലും കുഴപ്പമില്ല, എല്ലാം കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. ദേ അങ്ങ് കണ്ടോ, അങ്ങ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ കാണുന്നത്. അത് ഇവിടെ കെട്ടി നിർത്തിയേക്കുവാണ്. ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഐസ് പോലത്തെ വെള്ളമാണ് ഗൈസ്, ഇത് ഐസാണ്, ഐസ് കൈ ഫ്രീസ് ആവുന്നു. ഇതാണ് ബേസ് ക്യാമ്പ്. ഇവിടെയാണ് എല്ലാ കുതിരകളെയും നിർത്തിയിടാറ്. അതായത് ഇപ്പം നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോഴാണെങ്കിലും ഇവിടെ നിർത്തും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു 2 കിലോമീറ്റർ നടക്കണം ഇങ്ങോട്ട് കേദാർനാഥിലേക്ക്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾ കുതിരകൾ എടുക്കാറ്. അപ്പോൾ 1 സൈഡ് 2000 വരും. അപ്പോൾ 2 സൈഡും പോകാനായിട്ട് 4000 രൂപ കൊടുക്കേണ്ടി വരും. അതുപോലെ അത് കണ്ടോ, ആളുകൾ അങ്ങനെ കൊണ്ടുവരുന്ന അതുകൊണ്ട്, കൂടാതെ ഇങ്ങനെ ആളുകളെ കൊട്ടയിൽ വെച്ചുകൊണ്ട് പോകുന്ന കൈൻഡ് ഓഫ് ഇതുണ്ട്. ഇന്ന് പിന്നെ ഹെലികോപ്റ്ററില്ല, എല്ലാം കോട മൂടി കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഹെലികോപ്റ്ററൊന്നും വർക്കിംഗ് അല്ല. അതിൽ ഹിമാലയം കാണാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ കാണാൻ പറ്റിയില്ല, നിറയെ കോട മൂടി കിടക്കുമായിരുന്നു.
ഇപ്പോഴും ദേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ കോട മൂടിക്കൊണ്ടിരിക്കുക. ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഏകദേശം ക്ലിയർ ആയിരുന്നു. പിന്നെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം കോട മൂടി കിടക്കുന്നതുകൊണ്ടും മഞ്ഞായതുകൊണ്ടും ഹെലികോപ്റ്റർ ഇന്ന് വർക്കിംഗ് അല്ല. ഇത് കണ്ടോ ഗൈസ്, നിമിഷങ്ങൾ കൊണ്ട് കോട നിറഞ്ഞത്. ഇത്രയും നേരം ഇവിടെ വിസിബിൾ ആയിരുന്നു, വെറും സെക്കൻഡുകൾ കൊണ്ട്. ഇത് അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ അതൊക്കെ മൊത്തം കാണാണ്ടാവും കേട്ടോ. ഇപ്പം അത്ര നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇനി സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഫുൾ കോട നിറയും. ഞങ്ങളിതേ ഈ വഴിയാണ് ഇറങ്ങി വരുന്നത്. കണ്ടോ രണ്ടെണ്ണം നിൽക്കുന്നേ? ഒരാൾക്ക് ഷൂവിന് ഗ്രിപ്പ് കിട്ടുന്നില്ല. ഇത് കണ്ടോ? വലിയ സീനില്ല, പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അത് കണ്ടോ അവിടെ മലയുടെ ഒരു സൈഡിൽ പച്ച കളറ്, ഒരു സൈഡിൽ നിറയെ മണ്ണൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ആക്ച്വലി ഉത്തരാഖണ്ഡിൽ വരിക എന്ന് പറയുന്നത് റിസ്ക്. ഇന്നലെ വെച്ചിട്ട് പോയ എൻ്റെ കല്ലടിക്കിച്ചേക്കുന്ന ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വെക്കേണ്ടായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വെറുതെ അങ്ങ് വെച്ചതാ, എന്തെങ്കിലും ആഗ്രഹം നടക്കട്ടെ. ഞങ്ങൾ ഇറങ്ങുന്നതിനിടയ്ക്ക് മഴ പെയ്തു തുടങ്ങി. ശരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു 2 മണിക്ക് മഴ പെയ്യുമെന്ന്. മഴ പെയ്താൽ എന്താവും അവസ്ഥ എന്നറിയില്ല. ഞങ്ങളിപ്പോൾ ഓഫ് റോഡാണ് എടുത്തേക്കുന്നത്. ഓഫ് റോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ദൂരം കുറഞ്ഞു കിട്ടും. കാണിച്ചു തരാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ചുറ്റും കോടയാണ്, നിറയെ കോട. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കോടയാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വീടെടുത്തുകൊണ്ടിറങ്ങിയ വീടൊന്ന് പിടിച്ചിട്ട് എടുത്തില്ല. ഓ, ഇനി ഇറങ്ങാനുള്ള വഴിയും ഡിഫിക്കൽട്ടാണ് ഗൈസ്. നമുക്ക് അതെ, ഞങ്ങൾ നടന്നു മടുത്ത് ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ് ഗൈസ്. ഒരു ചായക്ക് 30 രൂപയാണ്. അതാണ് പ്രശ്നം. എല്ലാത്തിനും അന്യായ വില ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വിലയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പകരം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ചായ. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ കേദാർനാഥ് ഇറങ്ങി താഴെ ഗൗരികുണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ഇവിടെ വണ്ടി ഓടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് രാത്രി ഒരു 8 മണി മുതൽ രാവിലെ ഒരു 4 മണി വരെ വണ്ടി ഓടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു റൂം സ്റ്റേ എടുത്തു. ഒരാൾക്ക് 50 രൂപ വെച്ചേ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാവിലെ 4 മണിക്ക് ഞങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ബാക്കി വീഡിയോസ് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇഷ്ടംപോലെ ട്രാവലിംഗ് വീഡിയോസ് വരാനുള്ളതാണ്. അപ്പോൾ ബൈ എവരിവൺ.